നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയെന്നാണ് അവർ പറയണത്. എൻ്റെ അമ്മേ, ഇപ്പം ഞാൻ ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയായി. എൻ്റെ അമ്മേ, നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചു പോയി. ആ സെക്കൻഡിൽ ആ പ്രദേശം മുഴുവനും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഉടമ്പടി രണ്ടാമത്തെ ഘട്ടം, പ്രസൻസ് ഓഫ് ഗാഡ്. കഴിഞ്ഞ ദിവസം വേറെ ഒരു നല്ലൊരു സാക്ഷി, ഇതുപോലെ എൻ്റെ സാക്ഷിയുണ്ട്. അത് ആരാണ്? ടെസ്സിമോൾ വിനോദ്, കഞ്ഞൂര്. ഒരു വർഷങ്ങളായിട്ട് കാനഡയിലാണ്, 8 വർഷമായിട്ട് കാനഡയിലാണ്. ടെസ്സിമോളിൻ്റെ സാക്ഷ്യം കയറി പോകുന്നുണ്ട് ശരിക്കും. എന്താ അവിടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവർ നേഴ്സാണ്, പക്ഷേ കുറേ ഗ്യാപ്പുള്ള ആളാണ്. കുറേ കാലം നേഴ്സ് പണി ഇല്ലായിരുന്ന ആളാണ്. ഹസ്ബൻഡ് ജോലിയില്ല. ഇതെവിടെ? കാനഡയിലാണ്. നാട്ടിലല്ലേ, നാട്ടിൽ ജോലിയാണെങ്കിൽ ബന്ധുക്കളിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാനഡയിലൊന്നും ജോലി ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ കാർഡ് ബൈ പേ അല്ലേ. പേയ്മെൻറ്റ് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഉടനെ സിവിൽ പോയിൻ്റ് പോകുകയും എല്ലായിടത്തും നമ്മളത് ബാധിക്കും. അപ്പോൾ ഇവർ ജോലിയില്ലാത്ത കുറേ ദിവസങ്ങൾ ഇവർക്ക് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്താണ്? ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റാണ്. അമ്മ ഇത് തന്നപ്പോൾ അന്ന് അമ്മ എത്രയോ വർഷങ്ങൾ ഉടമ്പടി തരുന്ന മുമ്പ് ലൈറ്റക്കാൻ്റെ ആ ഒരു ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി തരുന്നതിന് 3 മാസം മുമ്പാണ് അമ്മ ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റ് തന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 4000 പേരൊക്കെ ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റ് ചെയ്യണം. എന്ത് റഷാണ് വെബ്സൈറ്റിൽ. അപ്പോൾ എന്തുമാത്രം മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ ലൈറ്റക്കാൻഡിൽ ചെയ്തിട്ട് ഇറങ്ങണത് വെച്ചാൽ അവർ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആസ്തി ഭയങ്കരമാണ്. അത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 86 മുതലുള്ള ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തി. അതിലേക്കാണ് നിങ്ങൾ അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ 2 ദിവസം കഴിയും അത് റിക്വസ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കാര്യം ഇവിടെ സ്റ്റാഫ് കുറവാണ്. IT സെക്ഷൻ്റെ സ്റ്റാഫ് കുറവായത് കാരണം ഓവർ ടൈം ചെയ്താണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം താമസിക്കും. നിങ്ങളുടെ കാര്യം ദൈവം നടത്തി തരും. എന്താ, നിങ്ങളെ കൃപാസന അമ്മയുടെ അടുത്തേക്കാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതിനൊരു മീഡിയ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണത്? ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക ആസ്തിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ടെസ്സി വിനോദിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്കാണ്. ലിങ്ക് കിട്ടിയപ്പോൾ ടെസ്സി വിനോദ് ലൈറ്റക്കാരൻ്റെ റിക്വസ്റ്റിലേക്ക് 6 കാര്യങ്ങൾ അടിച്ചു കയറ്റിയത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഭർത്താവിന് സ്ഥിരമായൊരു ജോലി വേണമെന്നുള്ളതാണ്. കാര്യം നിക്കക്കളിയില്ല, കാനഡയിൽ നിക്കക്കളിയില്ല. നാട്ടിൽ പോലും ജോലിയില്ലെങ്കിൽ നിക്കക്കളിയില്ല. അപ്പോൾ അവിടെയുള്ള അവസ്ഥ 2 പേർക്കും ജോലിയില്ല. അപ്പോഴവിടെ അതിന് 6 ദിവസത്തിനുള്ളിൽ അമ്മ റെസ്പോണ്ട് ചെയ്ത് സ്ഥിരമായ അടിപൊളി ജോലി കൊടുത്തു. പിന്നെ ഇവർ പക്ക ഇങ്ങനെ പതുക്കെ കയറി വന്നെ കാണാം. അവരുടെ ജോലി കിട്ടുന്നു, അവർ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇത്രയും നാൾ എത്രയും ഇൻ്റർവ്യൂവിന് അവർ പോയിട്ടുണ്ട്, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരാ. പക്ഷേ ഇപ്പോൾ അമ്മ കൂടി പോകുമ്പോൾ ഇതാണ് അമ്മയുടെ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം കൊടുത്തപ്പോൾ ഒരു ഹോസ്പിറ്റലുകാരെ വിളിച്ചപ്പോൾ എൻ്റെ ആദ്യം ഇൻ്റർവ്യൂ അവിടെ ഭാഷയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവരുടെ ഹോസ്പിറ്റലിൽ കയറി. ഒരു ലൈഫ്, ഒരു തകർന്നു പോയ ഒരു ലൈഫ് വെറുതെ ഒരു കമ്പ്യൂട്ടർ പ്രയോഗത്തിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ. അപ്പോൾ ദൈവം എന്തുമാത്രം ഹോണർ ചെയ്യുന്നോ എന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. ടെസ്സി അതിനുശേഷം ലൈഫൊന്ന് ക്രമീകരിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ പോയി അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോയി കർത്താവിൻ്റെ അടുത്തിരിക്കും. അത് നല്ല സാക്ഷ്യമാണ്. ആരും ചെയ്യാത്തൊരു സാധനമാണ്. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കണത് ദൈവം തന്നെയായിരിക്കും. ഇവർ മറ്റൊരാരും ചെയ്യാത്ത തനത്ത് അവർ തീരുമാനമെടുത്തു. കർത്താവ് അവരുടെ ജീവിതം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ 1/2 മണിക്കൂർ പോയി അടുത്തുള്ള പള്ളിയിലിരിക്കും. പള്ളി 1/2 മണിക്കൂർ കർത്താവിൻ്റെ അടുത്തിരിക്കും. അപ്പോൾ നല്ല -44 ആണ് ടെമ്പറേച്ചർ. നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 19 ഉണ്ട് രാവിലെ. മൂന്നാറിലൊക്കെ 6 ടെമ്പറേച്ചറാണ്, മൈനസല്ല കേട്ടോ, അത് പ്ലസ്സാണ്. എന്നിട്ട് നമ്മൾക്ക് എന്തെല്ലാം സ്വെറ്ററൊക്കെ ഇട്ടാണ് നമ്മൾ മൂന്നാറുകാരൊക്കെ ജീവിക്കണം അവിടെ ഇങ്ങോട്ടൊക്കെ വരണത്. ഇത് കാനഡയിൽ -44 0 വന്നിട്ട് പിന്നെ മൈനസിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഐസ് കട്ടയായിട്ട് വീഴുന്ന സ്ഥലമാണ്. അത്രയും കിടുകിടുപ്പുള്ള സ്ഥലത്ത് ഇവർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരി വരും ഇവിടുത്തെ, അവിടെ പഞ്ചാബ് കോളനി ഉണ്ടെന്നാണ് പറയണത്. ഒരു ഹിന്ദിക്കാരി വരും, സാരി ഉടുത്ത് വരും. എന്ത് സാരി? ഈ സിൽവർ ഗ്രേയിലെ സാരി ഉടുത്തൊരു ഹിന്ദിക്കാരി വന്ന് ചോദിക്കും, ചെടുത്തി വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ടെസ്സി പറയും, എൻ്റെ ദൈവം ആ കൂടിൻ്റെ അകത്തുണ്ട്, ആ സക്രാരിലുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനടുത്തിരിക്കുകയാണ്. ഓക്കെ വെൽ എന്ന് പറഞ്ഞ് അടി അടിച്ചു അവൾ പോകും. പിന്നെ അവളെ കാണത്തില്ല. ടെസ്സി പറയണത് ഈ ഹിന്ദിക്കാരി അവിടെ ഹിന്ദിക്കാർ കുറേ അകലെയാണ് പഞ്ചാബുകാരുള്ളത്. പക്ഷേ ഈ വയറൊക്കെ കാണിച്ച് നെക്കൊക്കെ തോന്നുന്നത് ഈ -44 ആര് വരാനാ? അതാണ് ചോദ്യം. -44 തണുപ്പിൽ അത്രയും കൊടും ശൈത്യത്തിൽ ഈ സാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല, കഴുത്ത് കാണും. നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ ട്രക്കിങ്ങിൽ പോകണില്ലേ, അവർ ട്രക്കിനൊക്കെ പോകുമ്പോൾ അവർ അറിയാതെ എങ്ങാനും വണ്ടിയുടെ പുറത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കണ്ടിച്ചു പോകും, മരവിച്ച്. അത്രയും ഒരവസ്ഥയിൽ അപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യനല്ലെന്നാണ് പറയണത്. അമ്മയുടെ കളർ സാരി ഉടുത്ത് വന്നിരിക്കുകയാണ്, സംചാര സാന്നിധ്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഉടമ്പടിയിൽ നിങ്ങൾ ഉടമ്പടി വെടിപ്പായിട്ടാണ് ചെയ്യണത്, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണതെന്ന്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് പലരും ചെയ്യണത്. അതാണ് പ്രശ്നം. ദൈവത്തിന് വേണ്ടി അല്ല ചെയ്യണത്. നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി കിട്ടാൻ വേണ്ടി എണ്ണി തികച്ച്, ഇനി എണ്ണി നോക്കുമോ, ഇനി 10 പത്രം, ഇനി 6 പത്രം, ഇനി 4 പത്രം, ആശ്വാസം. പത്രത്തിൽ എണ്ണം കഴിയുന്തോറും ആശ്വാസം കൂടിയിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞ് നീ തലവേദന എടുക്കുക വെച്ചേക്കാം? വല്ല കഥയുണ്ടാ? നീ വരെ പണിക്ക് പോകും. നിനക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത്. ഓരോ 10 പത്രം 15 പത്രം മേടിച്ചിട്ട് 5 എണ്ണം കൊടുത്തു കഴിയുമ്പോൾ ഇനി 10 എണ്ണേ ഉള്ളൂ, 10 എണ്ണം സമാധാനമായി. അപ്പോൾ പത്രത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് സമാധാനം ഉണ്ടാകുന്നത് മാനുഷിക സമാധാനമാണ്. യു ആർ നോട്ട് ഡൂയിങ് ദ ഡ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജോലിയല്ല ചെയ്യണത്. നിൻ്റെ കാര്യം എന്തോ നേടാൻ വേണ്ടി സാങ്കേതികമായിട്ട് ദൈവത്തെ നീ വരച്ച വരെ കൊണ്ടുവരാൻ വേണ്ടി കുറേ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. ഇതൊന്നുമല്ല ഉടമ്പടി. ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അമ്മയെപ്പോലെ ദൈവസ്നേഹം നിറഞ്ഞ്, വിശ്വാസം നിറഞ്ഞ്, ദൈവത്തിൽ പ്രത്യാശ നിറഞ്ഞ്, സമർപ്പിക്കേണ്ട കാര്യത്തിലെ ദൈവത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന് സാരസംഗ്രഹമായി കണ്ട് മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകിക്കട്ടെ. കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരമാതാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരാൾ മാതാവിനെ കണ്ടാൽ പോരാ. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. നിങ്ങൾ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്. കാര്യം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് അല്ലേ ഉടമ്പടിയിലുള്ളത്. ഞാനിങ്ങനെ ഓർക്കിയിരുന്നേ, ഇത് ഈ വലിയൊരു ദൈവികമായ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും ജീവിതക്രമത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു.
എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീത് വർഗീസ് നല്ലൊരു സാക്ഷ്യമാണ്. വർഗീസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, വർഗീസ് ഒരു ബിസിനസ് മാനാണ്. ബിസിനസ്സുകാർ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. വർഗീസ് തിരുപ്പൂരാണ് ബിസിനസ് ചെയ്യണത്. അപ്പോൾ അയാളുടെ കുറച്ച് സ്വാധീനത്തിൽ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. ഇസ്രയേലിലെ ഒരു കമ്പനിയുമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. വസ്ത്രം കയറ്റിയേക്കുന്നതാണ്. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ഹൈക്ക് കിട്ടി, കമ്പനി പച്ചപിടിച്ചു, നല്ല ഓർഡർ കിട്ടി, നല്ല ലാഭം കിട്ടി. അപ്പോഴെന്നാ പറ്റി? വർഗീസിനെ അവർ ചവിട്ടി പുറത്താക്കി. അതാണ് എല്ലായിടത്തും പ്രശ്നം. അതാണല്ല, നമ്മുടെ കൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പിശാച് കയറി അവരത് ഒതുക്കി കളയുക. അപ്പോൾ വർഗീസ് ഇവിടെ വന്നിച്ചും ഉടമ്പടി എടുത്തുവെച്ച് എന്നെ കണ്ട്, എമർജൻസി കേസ് കാരണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല, നീ മര്യാദക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. നീ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല. കാര്യം അമ്മ വിചാരിക്കാതെ, കമ്പനിയല്ല, ഈ ബിസിനസ് ഒന്നുമല്ല, അമ്മയല്ലേ. അപ്പോൾ നീ ഈ കാശ്ചര്യം കൊണ്ട് ഒന്നും അവരോട് സംസാരിക്കണ്ട, ഞാനൊരു കാശ്ചര്യം കൊണ്ടേ കൊടുത്തു, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈ കാശ്ചര്യം കൊണ്ടേ കമ്പനി വെച്ചാൽ മതി, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാര്യം അത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ്, അല്ലാതെ കാശ്ചര്യത്തിലെ വലിയ തന്ത്രങ്ങളുണ്ടായിട്ടല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൃപാസനത്തിൻ്റെ ഒരു നേർച്ച വസ്തുക്കളും നിങ്ങൾ വേറെ ചില വിശ്വാസങ്ങളില്ല വസ്തുക്കളുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയണത് മുഴുവൻ, ഇതിൻ്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, അല്ലാതെ ആ വിഷയത്തിലല്ല. നിങ്ങൾ ഉപ്പിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാശ്ചര്യം വെച്ചെന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ വിഷയം മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ അതിന് മുഴുവൻ ആക്ഷൻ നടക്കുന്നത് ആ വസ്തുവിലല്ല, വ്യക്തിയിലാണ്. വ്യക്തിയുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണത് വ്യക്തിയാണ്, അല്ലാതെ കാശ്ചര്യവുമല്ല. യേശു കർത്താവാണ്, അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ കാശ്ചര്യവുമല്ല. അതൊരു അടയാളമാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ബാഹ്യമായ ഒരു അടയാളമാണ്. ഈ ബാഹ്യ അടയാളം ഉടമ്പടിയുടെ ഭാഗമാണ്. ജ്ഞാപനങ്ങൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് ഉടമ്പടിക്കാലത്ത് യഹൂദന്മാർ കെട്ടി നെറ്റിക്കൊണ്ട് നടന്നതാണ്. അത് അവിടെ ഹൃദയത്തിൽ ക്ഷമ പ്രേയറുണ്ട്. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ്, യു ഷാൽ ലവ് യുവർ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ കിടന്ന് അലറി വിളിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്ഷമ പ്രേയറുണ്ട്. അത് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവൻ നെറ്റിയിൽ അത് കൊണ്ടു നടക്കുന്നത്, ആ തകിട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തന്നിരിക്കുകയാണ്. അതിലെ മുഴുവൻ പവർ ഒന്ന് കൃപാസനത്തിൽ, ഒന്ന് നിൻ്റെ ചങ്കിലുമാണ് ഇരിക്കണത്. മനസ്സിലായില്ലേ? അതിലാണ് വിശ്വസിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുണ്ടാകണമെന്ന്. കാരണം വസ്തുവിലല്ല, ആ വസ്തുവിനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് റെസ്പോണ്ട് ആകത്തില്ല. അപ്പോൾ അത് വളരെ സീരിയസ് വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഗീസ് നീ ഇത് കൊണ്ടുപോയി അവിടെ വെക്ക്, ബാക്കി അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം മാറി. അവനെ ചവിട്ടിപ്പുറത്താക്കിയിരുന്ന ആ പാർട്ടിയാണ് അവനെ തിരിച്ചു വിളിച്ച് ക്ലിയറാക്കി വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അവസാനം ഇവിടെ വരുന്ന വിഷയം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ബിസിനസ്സാണ് ചെയ്യണത്? 5 കോടിയുടെ ബിസിനസ്സാണ് ചെയ്തിരിക്കണത്. ഇവിടെ വരുമ്പോൾ സീറോയിലും തുടങ്ങിയ ആളല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനാണെന്ന് പറയത്തില്ല. നമുക്ക് കേരളത്തിൽ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ പിന്നെ അവൻ BMW കൃപാസനത്തിൽ പോലും വരത്തുള്ളൂ. അതല്ലേ പ്രശ്നം. മലയാളിനെ സഹായിക്കാൻ വലിയ പാടാണേ. മലയാളി 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ മതി, അപ്പം തന്നെ മറ്റേ റൈബാൻ ക്ലാസ്സും വെച്ച് BMW വന്നിറങ്ങി വിടാം. അടിപൊളി പരിപാടി. എൻ്റെ മക്കളെ, അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തീർക്കണം പാർത്തു. കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ബിസിനസ് മാനാണ്, അപ്പോൾ എൻ്റെ റാങ്ക് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, അതനുസരിച്ചിട്ട് ചെന്നാൽ ബാങ്കുകാർ ലോൺ ചെയ്യും. നീ എന്തെങ്കിലും കുന്ത്രാണ്ടം പറഞ്ഞോ, പക്ഷേ ദൈവത്തിന് മുമ്പിൽ നീ അഭ്യാസം കാണിക്കരുത്. ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ ദൈവ തിരുസന്നിധിയിൽ തെളിമയോടെ നിൽക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ
ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരവേഗം ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരവേഗം അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. 1 പത്രോസ് 5:6 1 10:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതാണ് അവിടുന്ന് ഉയർത്തുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയത്താണ്. വർഗീസിൻ്റെ വിഷയം എന്താണ്? വിനീത് വർഗീസ് എന്താ ചെയ്യണത്? വിനീത് വർഗീസിനോട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുപ്പൂരെന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഓർഡർ വന്നാ? ആ ഓർഡർ വന്നു. എത്ര ലക്ഷത്തിൻ്റെ? 5 കോടിയുടെ. ഞങ്ങളാണല്ല ഓണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് വിഷയം. തിരുപ്പൂരത്തുള്ള ഓണേഴ്സ് രാവിലെ മുതൽ ഇൻ്റർനെറ്റിൽ അവർ ഓണറുമായിട്ട്, ഇസ്രയേലിലെ ഓണറുമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓർഡർ വന്നിരിക്കുന്ന ആരുടെ അക്കൗണ്ടിലാണ്? വർഗീസിൻ്റെ അക്കൗണ്ടിലാണ്. ഉടനെ വർഗീസ് തിരിച്ചടിച്ചു, നിങ്ങൾ ഓണർമാരുമായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് സംസാരിച്ചത്. കൈ ഇടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി ഒരു സമീപനമാണ്. എല്ലാ വിഷയങ്ങളിലും ഉടമ്പടി വിഹിതമായ ചില സമീപന രീതികളുണ്ട്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാംസാണ് ആഷ്ലി, അതുപോലെ തന്നെ നിതിൻ, ഇപ്പോൾ നമ്മൾ കേട്ട വർഗീസ്. ഇവരെല്ലാം 0 ബാലൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ ദൈവം ഉയർത്തി. കാര്യം അവർ മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഉടമ്പടിയിൽ വേണ്ടത്, അല്ല നിങ്ങളുടെ മോഡല്ല. മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷൻ. അമ്മ എങ്ങനെയാണിത് ചെയ്തത്? അമ്മ കൈവരിച്ച മനോഭാവം, അമ്മയുടെ നിലപാട്, അമ്മയുടെ നയം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ സമ്പ്രദായം, അമ്മയുടെ സംസ്കാരം എല്ലാം ഉടമ്പടി ഒരു കൾച്ചറാണ്. ഉടമ്പടി ജീവിതം ഒരു ആത്മീയമായ മരിയൻ സാംസ്കാരിക ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എല്ലാ മക്കളും മരിയൻ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ
നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. കുറേ രോഗമുള്ളവരെ കൈകളെ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ച് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ സ്തുതിപ്പോ ചെയ്യാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പഴുതാറുന്ന അത്ഭുതകരം അവരുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനയുള്ളവരെ ഈശോ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗം വിട്ടുമാറട്ടെ. തൊണ്ടവേദനയുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ബലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ രോഗം നിങ്ങളെ വിട്ടുമാറട്ടെ. ശ്വാസകോശ രോഗികളെ, കൈകാലികൾ പൊങ്ങാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ഈശോ ഉദര രോഗികളെ, പിസ്റ്റുല രോഗികളെ, പിസിഒഡി രോഗികളെ, ഹൃദയ രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും മരയിപ്പുള്ളവര്, രക്താർബുദക്കാര്, കർത്താവേ ഇപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥിക്ക് തേയ്മാനമുള്ളവര്, ഹൃദയ രോഗമുള്ളവര്, കരള് രോഗമുള്ളവര്, കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുമ്പാർന്ന വലതുകരം മക്കൾ വെക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ കഴുകി എല്ലാ മക്കളെയും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് കൃപാസനമാണ്. നിങ്ങളെ ദൈവമാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ മാതാവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. കാര്യം നമ്മുടെ മുമ്പിലുള്ള ആസ്തി ഭദ്രത എന്ന് പറയുന്നത് 10,000-കണക്കിന് അനുഭവങ്ങളാണ്, 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ്. അത് തന്നെ നാളെ നിനക്കും സാക്ഷ്യം പറയാനൊരു വേദി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓർക്കുക, കൈ ഇടിച്ച് കർത്താവിനെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പാങ്കുടമ്പടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് വേദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശ ജോലിയിൽ അങ്കലാപ്പവും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയും വിവാഹം ലഭിക്കാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ,
ഇതിന് ഉന്നതമായ നാമത്തിന് സ്വോത്രം ചെയ്ത് കർത്താവേ, ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ജീവിത ദുരിതങ്ങള്, ജീവിത തകർച്ചകള് യേശുനാമത്തിന് ഈ നിമിഷം അറുതി പേരട്ടെ. എല്ലാവിധ വേദനകളും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് ഭരമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമന്ന നിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും കടങ്ങളും സാമ്പത്തികമായ അവസ്ഥകളും ജപ്തി നടപടികളും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള എല്ലാ മക്കളുടെ അനുഭവങ്ങളെ യേശു ക്രിസ്തു ചുമലിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കർത്താവേ, ആശ്വാസത്തിന് കൃപാവരങ്ങളെ മക്കളെ വിടുവിക്കണമേ. ശ്രുതിക്കട്ടെ. സദയം സുഖമായി